Hello everyone, welcome to my channel Sruthi's Maths Tutorial. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ക്ലാസ് 11ൻ്റെ സ്ട്രെയിറ്റ് ലൈനിനെ കുറിച്ചാണ്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് മുമ്പേ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിലാദ്യത്താണ് കോർഡിനേറ്റ് ജിയോമെട്രി. അതൊരു ക്വിക്ക് റിവിഷൻ പോലെ പോവാം. കോർഡിനേറ്റ് ജിയോമെട്രി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓൾജിബ്രയുടെയും ജിയോമെട്രീൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മിക്സാണ് അല്ലേ. അപ്പം നമ്മൾ അതിലുള്ള ആദ്യത്തെ പോയിൻ്റാണ് നമ്മൾ കോർഡിനേറ്റ് ഓഫ് എ പോയിൻ്റ്. നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനെ കുറിച്ചും സ്ലോപ്പ് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ആദ്യത്താണ് നമ്മൾ അതായത് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അതിന് മുമ്പേ ഉള്ള ക്വിക്ക് റിവിഷനാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. കോർഡിനേറ്റ് ജിയോമെട്രി, കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ്. എന്താണ് കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പോയിന്റ് റിട്ടേൺ ചെയ്യണം, അതായത് എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ്. അപ്പം നമ്മളൊരു പോയിൻ്റായിട്ട് എഴുതുകയാണ് ഇങ്ങനെ. ഇതിനെയാണ് കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ് 6.6, -4 അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ് എടുത്തു. അത് മീൻ ചെയ്യുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് എക്സ് ഒരു എക്സ് ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഇങ്ങോട്ടേക്ക്, അതായത് 1 2 3 4 5 6 -1 -2 -3 -4 ഇങ്ങനെ 1 2 3 ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ 6, -4 എന്ന് പറഞ്ഞാൽ 6 യൂണിറ്റ് ടു ദ റൈറ്റ് ഓഫ് ദ വൈ ആക്സിസ്. വൈ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. വൈ ആക്സിസിൻ്റെ 6 യൂണിറ്റ് ടു ദ റൈറ്റ് ഓഫ് ദ വൈ ആക്സിസ്. ഇങ്ങോട്ടേക്ക് ഉള്ള ഇതാണ്, ഇവിടെയാണ് വരിക. 4 യൂണിറ്റ്സ് ഡൗൺ ഫ്രം ദ എക്സ് ആക്സിസിൽ നിന്ന് താഴോട്ടേക്കും, അതായത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ 3,0 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 യൂണിറ്റ്സ് ടു ദ റൈറ്റ് ആൻഡ് ഓൺ ദ എക്സ് ആക്സിസ്. ബിക്കോസ് y is equal to 0 ആയതുകൊണ്ട് 3,0 എന്ന് പറഞ്ഞാൽ ഓൺ ദ എക്സ് ആക്സിസ് തന്നെ അത് വരിക. 3,0 എന്ന് പറയുന്നത് അത് ഇവിടെ 3 ഇങ്ങോട്ടേക്കും y is equal to 0 എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണല്ലോ. ഇതാണ് കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുലയാണ്. ഡിസ്റ്റൻസ് ഫോർമുല. എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല? അപ്പോൾ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടത്. അതിനെയാണ് ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു രണ്ട് പോയിന്റ് എടുക്കുകയാണ്. P ഓഫ് x1 y1 ആൻഡ് Q ഈസ് ഈക്വൽ ടു എന്താണ്? Q ഓഫ് x2 y2. ഇങ്ങനെ രണ്ട് പോയിന്റ് ഉണ്ട്. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുലയാണ് നമ്മൾ PQ എന്ന് എടുക്കുക. PQ ഡിസ്റ്റൻസ് ഫോർമുല ഓഫ് ദിസ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ PQ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കും? റൂട്ട് ഓഫ് x2, അതായത് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഇതാണ് എന്തെന്ന്? ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുന്ന ഡിസ്റ്റൻസ് ഫോർമുല. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. എക്സാമ്പിൾ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 6, -4 ആൻഡ് 3, 0. ഈ രണ്ട് പോയിന്റിൻ്റെ നമ്മൾ ഇത് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും? 3 - x2 - x1 ആണല്ലോ. അപ്പോൾ 3 - 6 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 4 ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ അതായത് x2 - x1, x2 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 - 6 x1 എന്ന് പറയുന്നത് ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറയുന്നത് 0 -4 0 - -4 അല്ലേ വരുന്നത്. അപ്പോൾ -4 എന്താ വന്നു? അപ്പോൾ പ്ലസ് ആയി. അപ്പം നമുക്ക് നമുക്ക് എന്തെടുക്കാം? റൂട്ട് ഓഫ് നമുക്ക് എന്ത് വരും? 9 + 16 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 5. അതാണ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി അടുത്ത എന്താണ്? അടുത്ത എന്ന് പറയുന്നത് സെക്ഷൻ ഫോർമുലയാണ്. മൂന്നാമത്തത് സെക്ഷൻ ഫോർമുല. സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത് അതിൻ്റെ കോർഡിനേറ്റ് അതിൽ നമുക്ക് റേഷ്യോ തരും. അതായത് എ പോയിന്റ് ഡിവൈഡ്സ് എ ലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ റേഷ്യോ m/n. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് എങ്ങനെയായിരിക്കും? അതായത് m/n എന്ന് പറയുന്ന റേഷ്യോയിൽ ഒരു ലൈൻ സെഗ്മെൻറ്റിനെ പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെഴുതാം? mx2 + nx1. അതായത് എക്സ് കോർഡിനേറ്റ് ഇങ്ങനെ വരും m + n, my2 + ny1 / m + n എന്ന് വന്നു. അപ്പോൾ ഇങ്ങനെ എടുത്തു.
അപ്പോൾ പോയിന്റ് ഡിവൈഡിങ്, അപ്പോൾ നമുക്ക് എൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പോയിന്റ് ഡിവൈഡിങ് A is equal to 1, -3 and B is equal to -3, 9 in the റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെ തന്നിരിക്കുമ്പോൾ ഫോർമുല ഏതാണ്? അപ്പോൾ ഇത് റേഷ്യോ 1:3 എന്ന് വന്നു. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? അപ്പോൾ ഈ ഫോർമുല mx2 + nx1 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? mx2 എന്ന് പറയുന്നത് m എന്ന് പറയുന്നത് 1 ആണ് ഇവിടെ വരുന്നത്, n എന്ന് പറയുന്നത് 3 ആണ്. അപ്പം 1 ഇൻറ്റു x2 എന്ന് പറയുന്നത് എന്താണ്? -3 അല്ലേ? അപ്പം x ഇൻറ്റു -3 പ്ലസ് n എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 ഇൻറ്റു nx1 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 1 + 3. അത് എക്സ് കോർഡിനേറ്റ് ഈ ടേം നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി അടുത്തതിൽ my2, m എന്ന് പറയുന്നത് 1 ഇൻറ്റു y2 എന്ന് പറയുന്നത് എന്താണ്? -3. m ഇൻറ്റു -3 അല്ല, സോറി, y എന്ന് പറയുന്നത് 9 അല്ലേ? m ഇൻറ്റു -9 പ്ലസ് ny1, n എന്ന് പറയുന്നത് 3 ആണ്, 3 ഇൻറ്റു y1 എന്ന് പറയുന്നത് എന്താണ്? -3 ആണ്. -3 ഡിവൈഡഡ് ബൈ 1 + 3 എന്ന് വന്നു അല്ലേ? അപ്പം നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 ഇൻറ്റു -3 എന്ന് പറയുന്നത് -3 + 3 ഡിവൈഡഡ് ബൈ 4, 1 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 9 പ്ലസ് 3 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ -9 ഡിവൈഡഡ് ബൈ 4. ഇതെന്ത് വരും? 0,0. അപ്പോൾ എന്താണ്? ഇത് രണ്ട് 0 കിട്ടുന്നത്. അപ്പോൾ എന്താണ്? സോ ദ പോയിന്റ് എന്ന് പറയുന്നത് 0,0 എന്ന് കിട്ടി. ഇനി അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മിഡ് പോയിന്റ് ഫോർമുലയാണ്. മിഡ് പോയിന്റ് ഫോർമുല. അപ്പോൾ അതിൽ ഇഫ് m is equal to മിഡ് പോയിന്റ് ഫോർമുല, ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ മിഡ് പോയിന്റ് ഫോർമുലയിൽ ഇഫ് എന്താണ്? ഇഫ് m is equal to n is equal to 1 എന്ന് എടുത്തു. അപ്പോൾ എമ്മും എന്നും 1 ആണ് ഈ മിഡ് പോയിന്റ് ഫോർമുല. അതിൽ അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? x1 + x2 ഡിവൈഡഡ് ബൈ 2, അതായത് m+1 എന്ന് പറയുന്നത് m+n എന്ന് പറയുമ്പോൾ 1 + m n 1 ആണ്. അപ്പോൾ 1 + 1 2 എന്ന് കിട്ടി. എന്താണ്? y1 + y2 ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഈ ഫോർമുല. ഇനി നമുക്ക് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ആണ് അടുത്തത്. അഞ്ചാമത്തെ ഫോർമുല എന്ന് പറയുന്നത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏരിയ ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം? ഏരിയ ഈക്വൽ ടു 1/2 ഇൻറ്റു x1 ഇൻറ്റു y2 - y3 എന്താ? y3 പ്ലസ് x2 ഇൻറ്റു y3 - y1 പ്ലസ് x3 ഇൻറ്റു y1 - y2 ഇങ്ങനെ കിട്ടി. ഇതാണിത്. അപ്പോൾ ഈ ഏരിയ 0 ആണെങ്കിൽ പോയിന്റ്സ് ഒക്കെ കൊലീനിയർ, അതായത് സെയിം ലൈനിലായിരിക്കും എന്നാണ് പറയുന്നത്. കൊലീനിയർ ആണെങ്കിൽ ഇഫ് എന്താണ്? ഏരിയ ഈക്വൽ ടു 0 അങ്ങനെ പറഞ്ഞാൽ എന്താണ്? പോയിന്റ്സ് ആർ കൊലീനിയർ, അതായത് ലൈ ഓൺ സെയിം ലൈൻ. പിന്നെ നമ്മൾ ക്വിക്ക് റിവിഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത എന്താണ്? ഒരു മെയിൻ ടോപ്പിക്കാണ്. എന്തെന്ന്? സ്ലോപ്പ് ഓഫ് എ ലൈൻ ആണ് അടുത്തത്. മെയിൻ ടോപ്പിക്കാണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ. ഇനി അതിനെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ എ ലൈൻ മേക്സ് എൻ ആംഗിൾ തീറ്റ വിത്ത് എ പോസിറ്റീവ് എക്സ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ദ സ്ലോപ്പ് എം ഓഫ് ദ ലൈൻ m is equal to tan തീറ്റ എന്ന് പറയും. അതായത് ഒരു ലൈൻ വെൻ എ ലൈൻ ഒരു ആംഗിൾ ഉണ്ടാക്കുകയാണ്, ഒരു പോസിറ്റീവ് എക്സ് ആക്സിസിൽ ഒരു ലൈന് ഒരു ആംഗിൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളതിന് ആണെങ്കിൽ ആ സ്ലോപ്പ് എം ഓഫ് ദ ലൈൻ m is equal to എന്തായിരിക്കും? tan തീറ്റ ആയിരിക്കും. അപ്പോൾ വെൻ എ ലൈൻ മേക്സ് എൻ ആംഗിൾ, ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു, മേക്സ് എൻ ആംഗിൾ എവിടെ? ആംഗിൾ തീറ്റ വിത്ത് ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് നമുക്കറിയാം. സ്ലോപ്പ് നമ്മൾ എന്താ പറയുന്നത്? m എന്ന് ഇതാക്കുന്നില്ലേ? എം ഓഫ് ദ ലൈൻ
ഈസ് എം ഇസ് ഈക്വൽ ടു എന്ത് വരും ടാൻ തീറ്റ എന്ന് വരും. അപ്പോൾ ആംഗിൾ തരികയാണെങ്കിൽ നമുക്ക് സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ ആ തീറ്റേൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈനാണ്, ഇത് പാരൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ അവിടെ ആംഗിൾ ഇല്ല, ആംഗിൾ തീറ്റ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എന്താണ് സ്ലോപ്പ് എന്തായിരിക്കും, സ്ലോപ്പ് ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ എന്താണ് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. വെർട്ടിക്കൽ ലൈന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ സ്ലോപ്പിന് നമ്മൾക്ക് ഇപ്പം മനസ്സിലാകാൻ കുറച്ചുകൂടി നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു റോട്ടുമ്മ കൂടെ സ്ട്രെയിറ്റ് നമ്മൾ പോവുകയാണ്. അപ്പോൾ എന്താണ് നമ്മളിങ്ങനെ അതിനെ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് പറയുന്നത് അല്ലേ, സ്ട്രെയിറ്റ് നമ്മളൊരു റോഡിനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ എന്താണ് അത് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പോകുന്നത്. അതേസമയം നമ്മളൊരു ഹില്ലും മേലെ കയറുകയാണെങ്കിൽ അപ്പോഴെന്താണ് സ്ലോപ്പ് നമ്മൾ മേലോട്ടേക്ക് ലൈന് പോകുന്നുണ്ട് അല്ലേ, നമ്മളിങ്ങനെ മേലോട്ട് ക്ലൈം ചെയ്ത് പോകുന്നുണ്ട്, റൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും, റൈസ് ചെയ്ത് പോകുമ്പോൾ അത് പോസിറ്റീവ്, അതായത് ഇതായിട്ടാണ് വരുന്നത്, മേലോട്ടാണ് വരുന്നത്, പോസിറ്റീവായിട്ട് വരും. അപ്പം നമ്മൾ താഴോട്ട് എന്താണ് സ്ലോപ്പ് അപ്വേർഡിലാകുമ്പോൾ പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ താഴോട്ടേക്കാണെങ്കിൽ നമ്മളതിനെ നെഗറ്റീവ് സ്ലോപ്പ് എന്നും പറയും. ഫ്ലാറ്റ്, അതായത് സ്ട്രെയിറ്റ് ആയിട്ടാണെങ്കിൽ അതിനോട് ലൈന് തീറ്റയൊന്നും ഇല്ല, അപ്പോൾ അവിടെ എന്തായാലും 0 ആയിരിക്കും. വെർട്ടിക്കലിനെ നിങ്ങൾ ഒരു ഉദാഹരണം നോക്കിയാൽ മതി. നമ്മൾ ചുമരിൻ്റെ മുകളിൽ കയറുന്നത്, സ്ട്രെയിറ്റിൽ ചുമര് വോള് കൺസിഡർ ചെയ്യുക. വോള് കൺസിഡർ ചെയ്യുമ്പോൾ വോളിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റുമോ, നമുക്ക് നോട്ട് ഡിഫൈൻ, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സ്ലോപ്പിന് നമ്മൾ എന്ത് പറയും, നോട്ട് ഡിഫൈൻഡ് എന്ന് പറയും. അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലൈൻ ഹൗസ് ലാൻഡഡ് എ ലൈൻ ഈസ് ടെൽ us ഹൗ മച്ച് ലൈൻ ഗോസ് അപ്വേർഡ് എന്നത്. ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് ലൈന് എങ്ങനെ മേലോട്ട് എത്ര പോകുന്നുണ്ട്, താഴോട്ട് എത്ര പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ്, അതായത് വൈ ആക്സിസിലുള്ള ചേഞ്ചസും എക്സ് ആക്സിസിലുള്ള ചേഞ്ചസിൻ്റെ ഡിവിഷൻ ആയിട്ട് എടുക്കാം നമുക്ക്. മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണേ. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ സ്ലോപ്പ് യൂസിങ് 2 പോയിന്റ് വെച്ചിട്ട് നമ്മൾ സ്ലോപ്പ് എങ്ങനെയാണ് കാണുന്നത്, എന്താണ് സ്ലോപ്പ് യൂസിങ് 2 പോയിന്റ്സ്. ഓക്കെ, അപ്പം P ഓഫ് x1, y1 ആൻഡ് Q ഓഫ് x2, y2. അപ്പോൾ ഇതിൽ അതിൻ്റെ സ്ലോപ്പ് എം എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ ഫോർമുല. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ പോയിൻറ്റ്സ് നമ്മൾ എടുക്കുകയാണ്. 3, -2 ആൻഡ് 1, -1, 4 എന്ന് എടുത്തു. അപ്പോൾ എം എസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം, 4 -2 ഡിവൈഡഡ് ബൈ -1 -3 ഈക്വൽ ടു എന്തെടുക്കും, 6/-4, ദാറ്റ് ഈസ് ഈക്വൽ ടു -3/2 എന്ന് വന്നു. ഇതാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇനി ഇത് ഒരു സ്ലോപ്പിൻ്റെ ഒരു പോയിന്റ് വെച്ചിട്ട് കാണുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് വെച്ച് നമ്മൾ കാണുകയാണ്. പോയിന്റ്സ് എന്താണ്, 3, -2 ആൻഡ് 7, -2. അപ്പോൾ നമ്മളത് ഇതൊക്കെ എന്താണ്, ബോത്ത് ദ പോയിന്റ്സ് ഹാവ് ദ സെയിം വൈ ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ നമുക്ക് എം എസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം, -2 പ്ലസ് എന്താണ്, -2 പ്ലസ് 2 ഡിവൈഡ് ബൈ 7 -3 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തിട്ടു 0. കാരണം 4/4 എന്നല്ലേ വരുന്നത്, അപ്പോൾ 0 കിട്ടും. അല്ല, 0/-2 പ്ലസ് 0/7 -3, അപ്പോൾ അത് 0 ആണ് കിട്ടുന്നത്. ഇനി അടുത്ത് നമുക്ക് കിട്ടുന്ന എന്താണ്, പോയിന്റ്സ് സി ഏതാണ്, 3, -2 ആൻഡ് 3, 4 ഇങ്ങനെ 2 പോയിന്റ് എടുത്തു. ബോത്ത് എക്സ് ആർ സെയിം, വെർട്ടിക്കൽ ലൈനാണ്, സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് ആണ് ഇതിൽ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ് ഫോർമുല, എന്തായിരുന്നു, y2 മൈനസ് y1 അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, y2 എന്ന് പറയുന്നത് 4 y2 മൈനസ് y1 2 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. x2 എന്ന് പറയുന്നത് 3 ആണ്, 3 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 4 ഇതെന്ന് പറഞ്ഞാൽ 4 + 2 6/0 എന്ന് വരും. അതെന്താണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്തിൽ പഠിച്ചിരിക്കുന്നത്, ഈ പോയിന്റ്സ്. ഇനി നമുക്ക് തീറ്റ തന്നിട്ടുള്ള തീറ്റ ഈക്വൽ ടു നമുക്ക് എന്താണ് 60 ഡിഗ്രി എന്ന് തന്നു എന്ന് വെച്ചോ. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗിൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് സ്ലോപ്പ് പറയുന്നത്, ടാൻ തീറ്റയാണ് അല്ലേ. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് കൊടുക്കുക, ടാൻ 60 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു √3. ഇങ്ങനെയാണ് ഇതിലുള്ളത്. ഇനി അടുത്താണ് നമ്മൾ പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ലൈൻസ്. ഇപ്പോൾ പാരലൽ ലൈൻസ് ആണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും, രണ്ട് ഈക്വൽ ആയിരിക്കും, സ്ലോപ്പ് പാരലൽ ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ എന്താണ്, m1 = m2 ആയിരിക്കും. പിന്നെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ m1 × m2 -1 എന്ന് വരും. സ്ലോപ്പ് ആർ നെഗറ്റീവ് റെസിപ്രോക്കൽസ് ആയിരിക്കും.
അപ്പോൾ നമ്മളിപ്പോൾ ഇന്നെന്താണ് നമ്മൾ റിവൈസ്ഡ് ബേസ് കോർഡിനേറ്റ് ജോമെട്രീനെ പറ്റി കുറച്ച് പഠിച്ചു. എങ്ങനെയാണ് സ്ലോപ്സ്, സ്ട്രെയിറ്റ് ലൈൻ യൂസിങ് ആംഗിൾസും യൂസിങ് 2 പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സ്ലോപ്പ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ കണ്ടുപിടിക്കുന്നത് പഠിച്ചു, ആംഗിൾസും 2 പോയിൻറ്റ്സുകളും വെച്ചിട്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓരോ ഇക്വേഷൻ ഓഫ് ലൈൻസിൻ്റെ ഡിഫറൻസ് ഫോംസിനെ കുറിച്ച് പഠിക്കാം. സ്ലോപ്പ്, പോയിന്റ് സ്ലോപ്പ്, ഫ്രം സ്ലോപ്പ് ഫോം, അല്ലെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Don't forget to like, share and subscribe to Sruthi's Maths Tutorial. Bye. Thank you for watching my video.